ഞാൻ അനുപമ. ഇന്ന് നമ്മളുള്ളത് നമ്മുടെ ആക്ടർ ജോയ് മാത്യുവിന്റെ വീട്ടിലാണ്. അപ്പൊ നമ്മുടെ ജോയ് ഏട്ടന്റെയും ഭാര്യ സരിതേച്ചിന്റെയും വിശേഷങ്ങൾ എന്താണെന്ന് അറിയാം. ഹായ് അനുപമ. ഹലോ. വരൂ. സരിതേച്ചി, എന്തൊക്കെയാ വിശേഷങ്ങൾ? സുഖം. എത്രയായി വീട്ടിലേക്ക് മാറിയിട്ട്? ഇവിടേക്ക് മാറിയിട്ട് ഒരു വർഷം. നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലേ? നല്ല രസമുണ്ട് കാണാൻ. പുറത്തൊക്കെ വേറെ പൊല്യൂഷൻ ഒന്നും ഇല്ലാതെ ഫ്രഷ് എയർ. കുറച്ച് ചൂട് കൂടുതലാന്ന് മാത്രം. അത് ഈ കാലാവസ്ഥയുടെ ആണോ അതോ മൊത്തം പുതിയ വീട്ടിലേക്ക് മാറിയതിന്റെ ഒരു ഇതാണോ എന്നറിയില്ല. ഞങ്ങളുടെ മലാപ്പറമ്പിലെ വീട് ഭയങ്കര തണുപ്പായിരുന്നു. അപ്പൊ ഇന്ന് എന്താണ് സ്പെഷ്യൽ ആയിട്ട് കുക്ക് ചെയ്യുന്നത്? കപ്പ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കപ്പ എല്ലാരും ചെയ്യുന്നതാണ് കപ്പ. പക്ഷെ ഞാൻ കപ്പയുടെ വറവിടുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം. ചേട്ടന് കപ്പ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കപ്പയും ഒരു ഡിഫറെന്റ് വറവിട്ട കപ്പ ചെയ്യാം. എല്ലാരും ഒരുപാട് സാധനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ കപ്പയില്. അപ്പൊ നമുക്ക് ഈ വറവിടുന്ന ചേട്ടന് കപ്പയിൽ എന്ത് ചെയ്താലും ബേസിക്കലി ഇഷ്ടമാണ്. ഞാനത് എണ്ണ ഒന്നും ഉപയോഗിക്കണ്ട. കുറച്ച് എണ്ണ കുറച്ചെടുക്കാം. എണ്ണ ചൂടാകുമ്പോ കടുകിടാം. ചേട്ടന്റെ അമ്മ ഒരു കൈക്കണക്കിന്റെ ആളാ. അത് കണ്ടിട്ടാ ഞാൻ പഠിച്ചത്. അതുകൊണ്ട് എല്ലാം ഞാൻ കയ്യിലാ ചെയ്യാം. കുറച്ച് അത്യാവശ്യം കടുക്. കുറച്ച് എനിക്ക് കടുക് അത്ര ഇഷ്ടമല്ല. കടുക് കുറെ കാണുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല. പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പൊ ആണെങ്കിൽ നമുക്ക് അടച്ചു വെച്ചാൽ പൊട്ടിക്കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് കുറച്ച് ചുവന്ന മുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില എനിക്ക് ഇഷ്ടമാണ് കാണാൻ. കുറച്ച് കളർഫുൾ ആയിരിക്കില്ലല്ലേ വറവിടുമ്പോൾ. അതുകൊണ്ട് ഞാനിപ്പോഴും ഭയങ്കരമായിട്ട് കറിവേപ്പില യൂസ് ചെയ്യും. പച്ചമുളകാണ് ബേസിക്കലി നമ്മുടെ എരിവിന്റെ ഒരു ഇതനുസരിച്ചിട്ടാണ് ഇടേണ്ടത്. ഒരു ഭയങ്കര ഇഷ്ടമാണ്. ഇത് വെളുത്തുള്ളിയാണ്. കപ്പ കഴിക്കുന്നതുകൊണ്ട് ഗ്യാസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽത്തി വറവിട്ടതാണ്. അപ്പൊ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. കപ്പ ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അതൊക്കെ വേവിക്കാൻ നിന്നാൽ നമ്മുടെ സമയം പോകുന്നുണ്ട്. കപ്പ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് ഉപ്പിട്ടിട്ടാണ് കപ്പ വേവിച്ചത്. ബേസിക്കലി നമ്മള് ഇത് ചട്നി കൂട്ടിയിട്ടും കഴിക്കാം, കറി കൂട്ടിയിട്ടും കഴിക്കാം. പക്ഷെ നമ്മള് മീൻകറി ഞാൻ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്. മീൻകറി കൂട്ടിയിട്ട് കഴിക്കാം. അപ്പൊ അതുകൊണ്ട് കുറച്ചുപ്പ് പറഞ്ഞാലും കുഴപ്പമില്ല. ഒരു വറവും കൂടെ ബേസിക്കലി ഇതിലിടാനുണ്ട്. ഇതിന്റെ കൂടെ വെറൈറ്റി വറവിടലാണല്ലോ. അത് തേങ്ങ അങ്ങനെ വറുത്തിട്ടാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. കുറച്ച് ഒന്ന് വറുക്കും എന്നിട്ട് ആഡ് ചെയ്യും. ഇത് ആക്ച്വലി ജോർജിന്റെ സിസ്റ്ററാണ് എനിക്ക് പറഞ്ഞത് റെസിപ്പി. ഒരിക്കലും സ്വീറ്റേച്ചി ഉണ്ടാക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ സ്വീറ്റേച്ചിനോട് ചോദിച്ച് പഠിച്ചു വെച്ചതാണ്. നല്ല വെളുത്തുള്ളിന്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കപ്പ ശരിക്കും ആയിട്ടുണ്ട്. കപ്പ വേണമെങ്കിൽ ഓഫാക്കാം. തേങ്ങ ഒന്നായിട്ട് അതിടാം.
തേങ്ങ വരണ്ട് കിട്ടാൻ കുറെ ടൈം വേണം. കുറച്ച് സമയം, അത് ഞാൻ നേരത്തെ അത് ഇത്തിരി ചെറിയ തീയിൽ വെച്ചിട്ട് ശ്രദ്ധിച്ചില്ല. വല്ലാണ്ട് വറക്കണ്ടല്ലോ, അപ്പൊ നമുക്കൊന്ന് ചൂടായാൽ മതി. ചെറുതായതൊന്ന് ഡ്രൈ ആവും. ഒന്ന് ഡ്രൈ. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. പിള്ളേരൊക്കെ ഉള്ളപ്പോഴാണ് ഒരുപാട് കുക്ക് ചെയ്യാറ്. അതെ, അല്ലെങ്കിൽ അധികം കുക്കിംഗ് ഒന്നും ചെയ്യാറ്. എന്താ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക കപ്പയല്ലാതെ? എന്റെ കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടം ദോശയാണ്. ദോശ അവർക്ക് ഭയങ്കര നൈസ് ക്രിസ്പി ദോശ ഇഷ്ടം. അതുകൊണ്ട് അതാണ് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം. അതാണ് ഞാൻ കൂടുതലും ഉണ്ടാക്കാറ്. സ്മെല്ല് വരുന്നുണ്ട് തേങ്ങയുടെ. അത് അത്ര ഡ്രൈ ആവണ്ട, ഈ ഒരു വേവില് ചെറിയ ശരിക്കും ഇങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാവുക. ഭയങ്കര മറ്റേ മഞ്ഞ കളറിൽ നമ്മൾ കപ്പ വേവിക്കൂലേ, അതുപോലെ അല്ല. ഇത് കുറച്ച് വേറെ വേറെ ആയിട്ട് തന്നെ കിടക്കും. നമുക്കത് കഴിച്ച് ടേസ്റ്റ് നോക്കാം. നമ്മൾ എന്തുണ്ടാക്കിയാലും അത് നന്നായി സെർവ് ചെയ്യാന്നുള്ളതാണ്, അത് പ്രസന്റ് ചെയ്യുന്നതിലാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യാം. ഓക്കെ, മീൻ മുളകിട്ടതിന്റെ കൂടെ കഴിക്കാം. ജോട്ടിന് ഇഷ്ടമാണ്. ഹലോ, എന്താണ് ഇന്നത്തെ പരിപാടികൾ? വാ, കപ്പ കപ്പ മീൻ മുളകിട്ടത് സൂപ്പർ. ലേറ്റ്സ്. മീൻ കിട്ടി? ആവോലി. ആവൂലിയാ? ആ, മത്തി മുളകിട്ടതാണ് ശരിക്കും വേണ്ടത്. ആണ്. പക്ഷേ നമ്മുടെ മലയാളി വിഭവം മലയാളി മീൻ മത്തിയാ. അങ്ങോട്ടേക്ക് ഇരിച്ചു. ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചത് കൂടെ. ഓക്കെ, കപ്പ കപ്പ ദൂരത്ത് വാങ്ങി. ഇത് നമ്മളതല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ പാലിന്റെ. ഞങ്ങളെ വീട്ടിൽ കപ്പ കൃഷി ചെയ്തിരുന്നു. ഇവിടെ നിലമ്പൂര് കഴിഞ്ഞ പ്രാവശ്യം കപ്പ ഭദ്ര കപ്പയായിരുന്നു. നല്ല വെണ്ണ പോലെ. ഞങ്ങളുടെ അടുത്ത വീട്ടിലേക്ക് കൊടുത്തു, ഞങ്ങളുടെ ഫാമിലിയിലോട്ട് കൊടുത്തു. എല്ലാവരും കഴിച്ചു. നല്ല അഭിപ്രായമാണ്. അങ്ങനെ നല്ല കപ്പയാണെങ്കിലാണ്. ഇത് കറിയത് മീനെന്താ? ആവോലി. മീൻ മുളകിട്ടതും കപ്പയോ അത് കഴിഞ്ഞിട്ടുള്ളു. വേറെ എന്താണ് അൻഫമ്മയുടെ ഫേവറേറ്റ്? എന്താണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പ. ഈ കപ്പ ബിരിയാണി ഇല്ലേ, ഭയങ്കര ഫേവറേറ്റ്. കപ്പ ബിരിയാണിക്ക് ഇവിടെ വലിയ അറിയില്ല. അല്ല, എനിക്ക് അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തട്ടുകടയിലൊക്കെ കിട്ടുന്നു. അത് കപ്പയും തൈര് കഴിച്ചിരുന്നോ? ഇല്ല, എന്റെ ഭാര്യ കഴിക്കും. അതെന്ത് കോമ്പിനേഷനാ? വേട് കോമ്പിനേഷൻ. ഭയങ്കര പേരാ. കപ്പയും പപ്പടവും കഴിച്ചിട്ടുണ്ട്. കപ്പയും വലിയൊരു ചമ്മന്തിന്റെ കപ്പ. ഇതിന്റെ കാന്താരി മുളകില്ലേ, എരു ഭയങ്കര ഇഷ്ടല്ലേ. എരിവുള്ള ജീവിതം. ഇത് വേണല്ലോ. ഇതിൽ നല്ലോണം നേറ്റിട്ടുണ്ടോ? എനിക്ക് ഇഷ്ടമല്ലേ ജീവിതം കിടത്തിന് എരിയണോ? ഒരു വെറൈറ്റി മസാല വേണമെന്നില്ല. ശരിയല്ലേ. എല്ലാതും കഴിക്കാം. അതിങ്ങനെ തേങ്ങ ഇട്ടിട്ടുള്ളൊരു വറവ് കഴിക്കുന്നത്. രണ്ടോ വെള്ള സ്ഥിതിക്ക് ആയിക്കോട്ടെ. മീൻകറി വേണ്ടത്. ശരിയാ. പക്ഷെ കപ്പേന്റെ കൂടെ മീൻകറി കേരളത്തിന്റെ ഒരു ദേശീയ ഭക്ഷണം. ഒറിജിനലി കേരളത്തിൽ വന്നതല്ലെങ്കിലും ബ്രസീലാണ്. ഒരു കപ്പ കൊണ്ട് എത്ര മനുഷ്യർ മരിക്കാതെ ജീവിച്ചു. ക്ഷാമകാലം ഉണ്ടായിരുന്നു, കേരളത്തിൽ ക്ഷാമമായിരുന്നു. ആ സമയത്ത് ആൾക്കാർക്ക് ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഫുഡ് കപ്പ. ചില സ്ഥലത്ത് കൊള്ളിക്കിഴങ്ങ് പറയും. തൃശ്ശൂരൊക്കെ കൊള്ളിക്കിഴങ്ങ്. പിന്നെ പിന്നെ പൂളാന്ന് പറയും. ഇനി വേറെ ഏതൊക്കെ പറയും. സരിതേച്ചിന്റെ വീട് എവിടെയാ? നിലമ്പൂര്. കപ്പ പുട്ടുണ്ട്. ബാക്കി ആവശ്യമില്ല. കപ്പ പുട്ടുണ്ടാക്കില്ല പൊഴിക്കല്. അതിന്റെ പൊടി പൊട്ടോ?
ഇപ്പൊ പുട്ടുണ്ട്, കപ്പ വറക്കുന്നതുണ്ട്, വറുത്തിട്ട് അത് ഇടിച്ചിട്ട് ഉണ്ട ഉണ്ടാക്കും, ചക്കരയും തേങ്ങയും കൂടെ കൂട്ടി. ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഒരു സോകം ഉണ്ടാക്കി ലഭിക്കാം. ആ സൈഡിലെ ഫുഡാണ്. പ്രത്യേകിച്ച് കുടിയേറ്റ മേഖലയിലാണ് ഇത് ഏറ്റവും അധികം. കാരണം കപ്പ രാവിലെ കപ്പ കൊള്ളിക്കിഴങ്ങ് അത് കഴിച്ചിട്ട് പറമ്പിൽ യൂസ് പോകുന്ന ആൾക്കാരാണ്. നന്നായി അധ്വാനിക്കുന്ന ഒരു ഭക്ഷണം അത്. കപ്പ ക്ഷീണിക്കൂല. ഇപ്പൊ ഇനി കപ്പേന്റെ കുറെ വിഭവങ്ങളുണ്ടല്ലോ, പാൽക്കപ്പ, മസാലക്കപ്പ എന്നൊക്കെ പറഞ്ഞു. കഴിച്ചിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടാക്കാറുണ്ടോ പാൽക്കപ്പ? പാചകക്കാരിയാണല്ലേ? കഴിഞ്ഞ 4 ദിവസത്തോളം മദ്രാസ് പോയി ചെന്നൈയിൽ. ഇവിടെ കപ്പയും മീൻ മുളകിട്ടത്, മക്കി മുളകിട്ടത് ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ ദോശയ്ക്കുള്ള മാവ്, പുട്ടിനുള്ള സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ ഈ 3 ദിവസവും ഞാൻ എന്ത് കഴിച്ചിട്ടുണ്ടാവും? കപ്പ തന്നെ. ബ്രേക്ക്ഫാസ്റ്റ് 3 ദിവസവും കപ്പ. വീട് എവിടെയാ? എൻ്റെ വീട് കുന്നമംഗലം. കുന്നമംഗലത്തേര് പറയാ കുന്നാങ്കരം എന്നാ പറയുക. കുന്നാങ്കലവും ചാത്താങ്കലവും. കുന്നാങ്കരം, ചാത്താങ്കലം, അതിൻ്റെ കാട്ടാങ്ങലയും. അതെ, കാട്ടാൻ. കട്ടാങ്ങൽ ഒരു ഉഗ്രം കള്ളിഷാപ്പുണ്ടായിരുന്നു പണ്ട് പറയുക. ആറുശീനടുത്ത് കോഴിക്കോട് നിന്നൊക്കെ ആൾക്കാർ പോയിരുന്നു കല്ല് കുടിക്കാൻ. കല്ലിൻ്റെ പ്രത്യേകതയല്ല, ഇതേപോലത്തെ ഐറ്റംസ്, ബീഫ്, പുട്ട്, മീൻ മുളകിട്ടത്. ഇപ്പൊ മലപ്പുറം കളിച്ചോ? പാറോപ്പടി, ചാപ്പ്, സൂപ്പർ. ഇവിടെ നല്ല നല്ല ഫുഡാട്ടോ. ഓർക്കൊക്കെ ഉണ്ട്. ഫാമിലി ഇങ്ങനെ ഫുഡ് ചെയ്യണോ അത്? ഭയങ്കര ഫുഡിയാ. ഇങ്ങനത്തെ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തൊക്കെ ഇഷ്ടം. കോഴിക്കോട്ടുകാർ പൊതുവെ സിദ്ധിങ്സ്. അതെ, നമ്മളെ കഴിച്ചിട്ടുള്ളൂ ഭക്ഷണത്തിൽ. പച്ച മലയാളത്തിൽ പറയാം തീറ്റപ്രിയം. അതെ, അത് കഴിക്കാൻ മാത്രമല്ല, കോഴിക്കോട്ടുകാർക്ക് കൊടുക്കാൻ ഇഷ്ടം. അതിഥി ദേവോ ഭവ എന്നൊക്കെ പറയും. ഈ കോഴിക്കോട് നമ്മളിങ്ങനെ നോർത്തേൺ മലബാറിലേക്ക് പോകുകയാണെങ്കിൽ കണ്ണൂർ, കാഞ്ഞങ്ങാട് അവിടെയൊക്കെ ചെന്ന് ചോദിച്ചു നമ്മൾ ഒരു വീട്ടിലേക്ക് വഴി ചോദിക്കുകയെന്ന് ചോദിച്ചോ, ഇങ്ങനെ ഇന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴി അതാ. അപ്പോൾ വഴി പറഞ്ഞു വെച്ചാൽ പറയും പെരി ചായ പിടിച്ചിട്ട് പറയും. അങ്ങനത്തെ ഒരു ആതിഥ്യ മര്യാദ വടക്കൻ മലബാറിലൊക്കെ ഉണ്ട്. ഇപ്പൊ വഴി കഴിക്കാൻ നിർത്തിയാല് ആൾക്കാർ പേടിച്ചിട്ടാണ് വഴി പറഞ്ഞു കൊടുക്കുന്നത്. കേരളത്തിൽ വേറെ സ്ഥലമുണ്ട്, വഴി തെറ്റിച്ചേ പറഞ്ഞു കൊടുത്തു. അതെവിടെയാ? ഞാൻ പറയുക, തെറ്റിച്ച് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, പുറകെ ആൾ വന്നു നോക്കും തെറ്റിട്ടല്ലേ പോകുന്നതെന്ന്. അപ്പോഴേ അതിന് സമാധാനമുള്ളൂ. സ്ഥലത്തിന് പേര് വയ്ക്കുക പറയാൻ പറ്റില്ല. ഞാൻ എഴുന്നേക്കട്ടെ. എൻ്റെ അനുപമേ, നീ ഇടയ്ക്കിടയ്ക്ക് ഇന്നത്തെ കുക്കറി ഷോറ വെച്ചോ, എനിക്കൊരു വിരോധമില്ല. എന്താ അറിയോ, അപ്പോഴൊക്കെ എനിക്ക് നല്ല ഭക്ഷണം കഴിക്കാമല്ലോ.